मानता हूँ। കാര്യം കാരണം അല്പസമയം മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. क्योंकि थोड़ा समय आगे गया करके ऐसा मुझे समझ में आया। ഇന്ന് നിങ്ങൾ എല്ലാവരോടും കൂടി ആയിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം കൃപ കാണിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और मैं आज आप सभी लोगों के साथ इस तरह संगति करने के लिए बड़ा परमेश्वर ने हमें ये मौका दिया, इसके लिए मैं बहुत धन्यवाद देता हूँ। ചില വ്യക്തികളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. मैं यहाँ पर सिर्फ कुछ लोगों को ऐसा चेहरा से मैं जानता हूँ। അത് ജോബിന്റെയും സ്റ്റെഫിയുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നവരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. वो इसीलिए था क्योंकि जॉब और स्टेफी का जब विवाह के दिन में जो भाई लोग आए थे उस दिन मैंने उनको मिला था, इसलिए आज थोड़ा उनको जानता हूँ। ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ചില മുഖങ്ങളൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. परंतु अब मैं देखते समय में बहुत नए चेहरे को मैं देख रहा हूँ। എന്നാൽ വലിയവനായ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. परंतु हमें धन्यवाद देता हूँ कि बड़ा परमेश्वर हम सबके साथ है और एक होकर हमें चला रहा है। നമ്മൾക്ക് ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തിന്റെ സംഗതികളെ കുറിച്ച് നമുക്ക് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. हम लोग जब भी एकत्र होते समय में हम लोग तो सिर्फ इतना ही कर सकते हैं कि जब भी हम एकत्र हो भाई लोग सब मिलकर प्रभु का गुणवानुवाद करें और उन्होंने जो जो भला कार्य हमें किया है उस सबको याद करें। ഇന്ന് ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഒരു അവസരം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और इसीलिए आज प्रभु ने इस रीति से आप लोगों के साथ संगति करने के लिए प्रभु ने यह मौका दिया, इसके लिए मैं धन्यवाद देता हूँ। വളരെ ദിവസങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇങ്ങോട്ട് കടന്നു വരുവാൻ. എന്നാൽ ഞങ്ങൾക്ക് അതിൻ്റെതായ സമയം ലഭിക്കാത്തത് കൊണ്ടാണ് കടന്നു വരുവാൻ സാധിക്കാഞ്ഞത്. ऐसा काफी समय से ये हृदय आग्रह था यहाँ पर इस तरह महाराष्ट्र में आकर नासिक में आकर भाइयों के साथ संगति करें, भाइयों को मिले, परंतु बहुत समय के बाद आज हमको इस तरह मौका मिला। കാരണം എന്റെ ജോലി അതുപോലെയുള്ളതായിരുന്നു, അതുകൊണ്ട് എനിക്ക് ലീവ് ലഭിക്കാൻ സാധിക്കില്ലായിരുന്നു. क्योंकि मेरा कामकाज ही ऐसा था वहाँ पर, इसके वजह से जल्दी छुट्टी नहीं मिलता था। എന്നാൽ ഈ രണ്ടാമത്തെ കോവിഡിന്റെ സമയത്ത് परंतु ये जब ये दूसरा कोविड का वेव आया അതിനുശേഷം ഞാൻ ഓഫീസിൽ പോകാൻ സാധിച്ചില്ല. उसके बाद से वहाँ पर ऑफिस में जाने को मुझे मौका नहीं हुआ। അതിനു മുമ്പേ തന്നെ എന്റെ റിട്ടയർമെന്റിന്റെ കാര്യങ്ങളൊക്കെ ശരിയായതായിരുന്നു. उसके पहले ही मेरा रिटायरमेंट की सारा बातें हो चुका था। എന്നാൽ 2 വർഷം കൂടി അവരെ സേവിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കി. परंतु उसके बाद भी 2 साल और उनको कंपनी में काम करने के लिए प्रभु ने मौका दिया। നവംബർ മാസത്തിൽ എന്റെ റിട്ടയർമെന്റ് ലഭിക്കുകയും ഞാൻ അവിടെ നിന്ന് റിലീവ് ആവുകയും ചെയ്തു. और नवंबर महीने में वहाँ पर उस तरह मेरा जो कामकाज का जो भी विषय था वो सब बातें खत्म होकर मैं वहाँ से मैं बाहर निकला। ഇപ്പോൾ ഞാൻ എല്ലാ വിധത്തിലും ഫ്രീ ആണ്. तो अभी मैं देखा जाए तो सब अवस्थे में मैं आजाद हो चुका हूँ। എന്നാൽ ഇന്ന് ഇവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इसलिए मैं प्रभु को धन्यवाद देना चाहता हूँ, महान परमेश्वर ने हमें इस तरह मौका दिया आकर संगति करने के लिए। ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറയുന്നത് പോലെ ഞങ്ങൾക്കും വലിയവനായ ദൈവത്തിന്റെ അനുഭവം അനുഭവിക്കുവാൻ തക്കവണ്ണം അവന്റെ കൃപ അനുഭവിക്കാൻ തക്കവണ്ണം ഇന്നുവരെയും ഇടയാക്കിയിട്ടുണ്ട്. जैसा जोशुआ ने यह गवाही दिया कि मैं और मेरे घराने यहोवा का सेवा करूंगा, उसी रीति से प्रभु की दया से प्रभु ने अपना आत्मा के द्वारा मुझे और मेरे परिवार को सेवा करने के लिए मौका मिला। എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. मेरे को 2 बेटियां हैं। ഇളയ മോളാണ് സ്റ്റെഫി. उसमें से छोटी वाली है स्टेफी। മൂത്ത മോളെ യുകെയിലാണ്. बड़ी वाली लंदन में है। എന്നാൽ ഞങ്ങൾക്ക് ഒരു പൈതലുണ്ടായിരുന്നു. എന്നാൽ അവളെ വളർത്തിക്കൊണ്ട് ഞങ്ങളുടെ ആ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. और कुछ समय पहले तक जो हमारी बड़ी बेटी के द्वारा उनको एक बेटी हुआ था, एक पोती थी, तो उस पोती को कुछ समय के लिए हम लोग थे जो देखभाल कर रहे थे। അതുകൊണ്ട് സമയം പോകുന്നത് അറിയത്തില്ലായിരുന്നു. तो इसलिए जब पोती के पीछे देखभाल करने गया तो समय इतना जल्दी जाता है, दिन भर जाता है, मालूम ही नहीं पड़ता था। സെപ്റ്റംബർ 15-ാം തീയതി അവളെയും ഇവിടെ നിന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവര് കുടുംബവുമായിട്ട് അവിടെ അങ്ങ് പോകും. परंतु सितंबर 15 तारीख को पारिवारिक होकर मेरा बेटी, उनका पति और पोती वो सब लोग परिवार होकर लंदन में शिफ्ट हो गए। എന്നാൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. परंतु उस अवस्थे में एक ही बात मैं बता सकता हूँ, എനിക്ക് പൂർണ്ണ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള അവസരമല്ലേ ദൈവം ഒരുക്കി തന്നു. इस कारण के वजह से मुझे अभी पूरा समय प्रभु के लिए इस्तेमाल कर सकूं, ऐसा मौका प्रभु ने तैयार करके दिया। വളരെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കുന്നുണ്ട്. काफी समय मुझे प्रभु की उपस्थिति में रहकर प्रार्थना करने के लिए प्रभु समय देता है। അതുപോലെ തന്നെ ദൈവവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം സമയം ലഭിക്കുന്നുണ്ട്. उसके अलावा प्रभु का वचन को मनन करने के लिए प्रभु मौका देता है। എനിക്ക് കിട്ടുന്ന സമയം ഞാൻ ഒരിക്കലും ഒരു വിധത്തിലും പാഴാക്കാതെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കും. जितना समय मुझे मिलता है उतना समय पूरा प्रभु के सेवा के लिए और प्रभु की इच्छा क्या है जानकर उसी समय में बिताने के लिए प्रभु मुझे मौका देता है। അവിടെ ഒരു ചെറിയ സഭയുണ്ട്. वहाँ पर एक छोटा सा झुंड है। ഞങ്ങൾ ഏകദേശം 32-35 പേരോടും കൂടെ ഉണ്ടായിരുന്നു.
35 പേർ കൂടുന്ന ഒരു സഭയായിരുന്നു. हम लोग सब लोग पहले हम लोग कम से कम 35 तक लोग एकत्र होते थे, ഈ കോവിഡിന്റെ കാരണത്താൽ परंतु ये कोविड की वजह से ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കൂടുന്നത് വെറും തുല്യം 15-16 പേരാണ് കൂടി വരുവാനുള്ളത്. कोविड की वजह से अभी ऐसा अवस्था हो गया कि हम लोग सिर्फ 15-16 लोग ही एकत्र हो पा रहे हैं, എന്നാലും ഞങ്ങൾ സന്തുഷ്ടരാണ്. परंतु फिर भी हम लोग आनंदित है, ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ തക്കോണം ഇടയാക്കുന്നുണ്ട്. क्योंकि प्रभु की उपस्थिति में हमें आनंद से चलाने के लिए प्रभु हमको मौका दे रहा है. അവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും ഇവിടെയുള്ള സഹോദരന്മാർക്ക് ക്ഷേമം അറിയിച്ചിട്ടുണ്ട്. और उधर के सभी भाई बहनों ने यहाँ के नासिक मंडली के सभी भाई बहनों को अपना प्रेम का वंदना भेजा है. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. इसलिए प्रभु का नाम का महिमा हो. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് थोड़ा समय के मनन के लिए നെഹമ്യാവിന്റെ ഒരു പ്രാർത്ഥന നമ്മൾക്ക് ഇവിടെ കാണുവാൻ പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. नेहम्या का एक छोटा सा प्रार्थना के विषय में हम थोड़ा बात करना चाहता हूँ. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. नेहम्या का पुस्तक उसका पहला अध्याय 1 से 4 जब हम पढ़ते समय में वहाँ पर नेहम्या का प्रार्थना को हम देखते हैं. നാം നെഹമ്യാവിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് अगर नेहम्या का इतिहास को, अगर उसका बैकग्राउंड को अगर हम देखेंगे तो ദൈവവചനത്തിന്റെ ചരിത്ര പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം അറിയിക്കുന്ന ഒരു പുസ്തകമാണ് നെഹമ്യാവിന്റെ പുസ്തകം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. अगर पूरा 67 पुस्तक को अगर हम देखा जाए तो उस 67 पुस्तकों में से सबसे एक पुस्तक जो नेहम्या का पुस्तक है, जिसमें प्रभु के बारे में बहुत ही गहराई के बातें बताने वाला एक पुस्तकों में से एक है नेहम्या का पुस्तक. നെഹമ്യാവിന്റെ പുസ്തകവും ആവർത്തന പുസ്തകം 28-ാം അധ്യായം കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾക്ക് അവിടെ വലിയൊരു കാര്യം നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. इतिहास का पुस्तक 28वां अध्याय का वो अध्याय को लेकर और नेहम्या का पुस्तक पहला अध्याय को, ये दोनों अध्यायों को अगर हम तुलना करेंगे तो बहुत एक रिश्ता हमको देखने को मिलता है. ഇവിടെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ യഹൂദ ജനത്തിനുണ്ടാകുന്ന ആ പ്രയാസം നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. यहाँ पर जब हम नेहम्या में जब पढ़ते समय में यहूदियों के विषय में, इसराइल के विषय में जो उनके ऊपर एक विपत्ति आया और उनको जिस अवस्था से वो लोग छुटकारा पाकर वापस अपने लोग में जगह पर जा सकते हैं, उस विषय को हम यहाँ पर हम देखते हैं. ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ ड्यूटरोनॉमी व्यवस्था विवरण का पुस्तक जब हम पढ़ते हैं, നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുന്ന യഹൂദന്മാരെ എന്നെ സ്നേഹിച്ചത് കൊണ്ട് അവർക്ക് ലഭിച്ച അനുഗ്രഹവും അത് കഴിഞ്ഞ് അതിന്റെ ശേഷം അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അവര് ആ ദൈവത്തെ സ്നേഹിക്കാഞ്ഞത് കൊണ്ട്, ദൈവത്തെ അനുസരിക്കാഞ്ഞത് കൊണ്ട് അവർക്ക് ലഭിച്ച ശാപവും നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. व्यवस्था विवरण का पुस्तक में जब हम पढ़ते समय में वहां पर परमेश्वर ने एक बहुत बड़ा चेतावनी के साथ इस्राएली लोगों से एक बात कहा था, यदि तुम लोग पूरा मन से अगर मुझे सेवा कर अगर मुझसे प्रेम करोगे तो तुमको आशीष मिलेगा, यदि अगर तुम लोग मुझे भूल जाओगे तो उसका श्राप तुम्हारे ऊपर आएगा करके वहां पर हम पढ़ते हैं. ഞാൻ എന്നെ അനുസരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് ആവർത്തന പുസ്തകം 28-ാമത്തെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. व्यवस्था विवरण का पुस्तक उसका 28 का 1 पढ़ेंगे. ड्यूटरोनॉमी 28:1. लेकिन तू अपने परमेश्वर यहोवा की सब आज्ञाएं जो मैं आज तुझे सुनाता हूँ चौकसी से पूरी करने को चित्त लगाकर उसकी सुने तो वह तुझे पृथ्वी की सब जातियों में से श्रेष्ठ करेगा. आमेन आमेन. അവിടെ നമ്മൾക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നതാണ്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. वहां पर परमेश्वर कहते हैं कि यदि तू मेरा आज्ञाओं को पूरा मन से मानेगा तो मैं तुझे जातियों में से सबसे ज्यादा आशीषित करूंगा. അതിന് 2-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. दो पढ़ेंगे. फिर अपने परमेश्वर यहोवा की सुनने के कारण ये सब आशीर्वाद तुझ पर पूरे होंगे. आमेन. 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട്, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് കൊണ്ട്, അവനെ അനുസരിക്കുന്നത് കൊണ്ട് യഹൂദ ജനത്തിന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और फिर उसका नीचे अगर हम पढ़ते रहेंगे 14वां वाक्य अगर हम पढ़ते रहेंगे तो वहां पर इस्राएली लोग यदि परमेश्वर को पूरा मन से अगर उनका आज्ञा का पालन करके प्रभु का सेवा किया तो मिलने वाला आशीष क्या क्या है करके 14वां वाक्य तक पढ़ेंगे तो हमें मालूम पड़ता है. 15-ാം വാക്യത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് അതിന്റെ അനുസരണക്കേട് കൊണ്ടുള്ള ശാപം അവർ അനുഭവിക്കുന്നതായി നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. और फिर 15वां वाक्य से लेकर उसका नीचे का वाक्य तक अगर पढ़ेंगे तो यदि परमेश्वर का वचनों को तुम लोग नहीं मानोगे या अनाज्ञाकारिता करोगे तो उसके वजह से तुम्हारे ऊपर जो विपत्ति और श्राप आएगा उसके बारे में लिखा है. 28-ാം വാക്യത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞു, നീ എന്റെ കൽപ്പനകളും ആജ്ഞയും പ്രമാണിച്ച് ദൈവമായ യഹോവ ഭൂമിയിലുള്ള സർവ്വ
ജാതികൾക്കും മീതെ ഉന്നതനാക്കും എന്ന് പറയുമ്പോൾ तो जब यहोवा परमेश्वर 28 का 1 में जब इस्राएल को बात ये याद दिलाता है कि यदि अगर तुम लोग पूरा मन से मेरा वचनों का मुझे सेवा करोगे और आज्ञा पालन करोगे तो मैं तुमको बाकी जातियों से तुमको ऊंचा रखूंगा, ऐसा बोलते समय में എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, എന്നാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാൻ ഞാൻ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. 15 जल्दी पढ़ेंगे। परंतु यदि तू अपने परमेश्वर यहोवा की बात न सुने हाँ। और उसकी सारी आज्ञाओं और विधियों के पालने में जो मैं आज सुनाता हूँ चौकसी नहीं करेगा तो यह सब शाप तुझ पर आ पड़ेंगे. बस ഇവിടെ നമ്മൾക്ക് മനസ്സിലാവും, ഒന്നാം വാക്യം 28-ന്റെ 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആജ്ഞയും പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ അവിടെ അവർക്ക് ലഭിക്കുന്ന എല്ലാ ജാതികളെക്കാട്ടിലും ഏറ്റവും ഉന്നത ഒരു ജാതിയായിരിക്കും, എല്ലാ സകല അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കും. എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതൊന്നും പ്രമാണിക്കാതെ നടന്നാൽ, അവനെ അനുസരിക്കാതെ നടന്നാൽ, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരുന്നാൽ, അവന്റെ വഴിവിട്ട് മാറിയാൽ നിങ്ങൾ शापम അനുഭവിക്കും എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. जहाँ पर पहला 28 का पहला वाक्य में जब यहोवा परमेश्वर इस्राएल को कहता है यदि पूरा मन से तुम लोग मुझे सेवा नहीं करोगे और वचन का पालन नहीं करोगे, जो आज्ञा मैंने तुमको दिया है उसको अगर मानोगे तो मैं तुमको सबसे पहला जातियों में से तुमको ऊंचा भी रखूंगा और सारा आशीष मैं तुमको दूंगा, परंतु यदि तुम लोग नहीं मानोगे तो 15 वाक्य में अब देखते हैं कि इसका श्राप भी तुमको मिलेगा. ഈ രണ്ട് അധ്യായങ്ങളും നെഹമ്യാവിന്റെ പുസ്തകവും ആവർത്തന പുസ്തകവും ഒന്ന് താരതമ്യപ്പെടുത്തി നാം വായിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. तो इसलिए अभी जो हमने व्यवस्था विवरण में जो हमने पढ़ा, इस बात को हमें तुलना करने के लिए हम लोग उसके साथ नेहम्या के पुस्तक को भी पढ़ना जरूरी है. നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും, നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. उसमें से सबसे पहला बात हमें मालूम पड़ता है कि नेहम्या एक ऐसा व्यक्ति है जो यहोवा को उपस्थिति में प्रार्थना करता है. അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ എന്താണ് കാരണം? और उनको परमेश्वर को उपस्थिति में आकर प्रार्थना करने का कारण क्या हो गया? നെഹമ്യാവിന്റെ ജീവിതത്തിൽ വന്ന ഈ സന്ദർഭം നാം നോക്കുമ്പോൾ നെഹമ്യാവ് നാം ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മുഴുവൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, യഹൂദ ഇസ്രായേലിന്റെ മുഴുവൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിനാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. वहां पर नेहम्या के जीवन में जो परिस्थिति आया, उस परिस्थिति से जब वो गुजरते समय में उसका अवस्था क्या हुआ, उसका परिणाम क्या था कि वो एक व्यक्ति के लिए या खुद के लिए प्रार्थना किया, ऐसा नहीं है, बल्कि एक जाति के लिए, अपने लोगों के लिए, इस्राएल राष्ट्र के लिए प्रार्थना करने का अवस्था में वो पहुंच गया. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. നെഹമ്യാവ് 1-ന്റെ 7-ാമത്തെ വാക്യം. 1 का 7 पढ़ेंगे. हमने तेरे सामने बहुत बुराई की है और जो आज्ञाएं, विधियां और नियम तूने अपने दास मूसा को दिए थे उनको हमने नहीं माना. അവിടെ നമ്മൾക്ക് വായിക്കുവാൻ, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളായി പ്രവർത്തിച്ചിരിക്കുന്നു, നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. हमने आपने जो मूसा को जो वचने दिया था, जो आज्ञाएं दिया था, उसको हमने नहीं माना. എന്നാൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, परंतु वही अध्याय का 1 से 4 जब हम पढ़ते हैं नेहम्या में, നെഹമ്യാവിന്റെ ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടായതായി നമുക്ക് വായിക്കുവാൻ കഴിയും. नेहम्या के जीवन में एक बहुत बड़ा कष्ट आया, हम देखते हैं. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുവാൻ കഴിയുന്ന 2-ാമത്തെ വാക്യം. वाक्य 2 पढ़ेंगे. तब हनानी नामक मेरा एक भाई और यहूदा से आए हुए कई एक पुरुष आए. तब मैंने उनसे उन बचे हुए यहूदियों के विषय जो बंधुआई से छूट गए थे और यरूशलेम के विषय में पूछा. അതാണ് ഇവിടാണ് നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുവാൻ സംഗതിയാക്കിയ ആ കാര്യം. ये वो परिस्थिति है, ये वो बात है, या फिर ये वो कारण है जिसकी वजह से नेहम्या इस्राएल लोगों के लिए प्रार्थना करने के लिए बैठता है. അവന്റെ സഹോദരന്മാരായ ഒരുത്തൻ ഹനാനിയും അവന്റെ കൂടെയുള്ള സഹോദരന്മാരും ആ യെരുശലേമിലുള്ള ആ യഹൂദ ജനത്തിന്റെ, ആ പ്രവാസത്തിൽ കഴിയുന്ന ജനത്തിന്റെ ആ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ആ നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്. तो नेहम्या को जब अपने भाइयों के द्वारा ये बात मालूम पड़ा, जो बचवाई यानी कि जो बंधुआई में फंसे हुए ईसाई लोगों का अवस्था क्या है, यरूशलेम की ओर यात्रा करने के लिए निकलना था, इनका अवस्था क्या है, जब उसको मालूम पड़ा तुरंत वो प्रार्थना में आ गया. നിന്റെ കൽപ്പനകൾ ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല, यहोवा परमेश्वर हमने आपका आज्ञा को पालन नहीं किया. നിന്റെ ദാസനായ മോശ ഞങ്ങൾക്ക് തന്ന കൽപ്പനകൾ ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. आपका दास जो मूसा ने हमको वचन दिया था, आज्ञा दिया था, उसको हमने नहीं पालन किया. ഞങ്ങൾ വഷളായി നടന്നു, हम लोग एकदम भ्रष्ट होकर भटक चलने लगे. ഞങ്ങളുടെ പിതാക്കന്മാരിന് പാപം ചെയ്തു, हमारा पिताओं ने पाप किया, ഞങ്ങൾ അതുകൊണ്ട് ഇത് അനുഭവിക്കുന്നത്. जिसके वजह से ये दुविधा जो हमारे ऊपर आया, ये अनुभव हम कर रहे हैं. പ്രവാസത്തിൽ ഇരിക്കുന്ന യഹൂദ ജനത്തിന്റെ കാര്യം അറിഞ്ഞപ്പോൾ
നെഹമ്യാവ് തന്നെത്താൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. बंधुआ में फंसे हुए जो इस्राएली लोग यानी कि उनके सब भाई लोगों का अवस्था क्या उनके ऊपर आ गया करके ये बात को देखकर वो प्रार्थना में आ गया. നെഹമ്യാവിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നെഹമ്യാവിന് ഇതിന് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. नेहमिया का जीवन को अगर हम परखेंगे तो उसका जीवन को अगर हम ध्यान से देखेंगे तो ये सब करने का नेहमिया को जरूरत नहीं था. നെഹമ്യാവിന് ഇതിന് യാതൊരു രാജകൊട്ടാരത്തിലാണ് അവൻ ആയിരിക്കുന്നത്. क्योंकि उस समय में वो राज का महल में था. രാജാവിന്റെ ഏറ്റവും പ്രധാന സ്ഥാനത്താണ് അവൻ ജോലി ചെയ്യുന്നത്. राजा के साथ एकदम करीबी में वो काम करता था, राजा का सेवा करता था. എന്നാലും തന്റെ ജനത്തിനോടുള്ള ആ വലിയ ആഗ്രഹം, परंतु फिर भी अपने लोगों के विषय में उसके अंदर जो बोझ था, തന്റെ ജനം അനുഭവിക്കുന്ന ആ കഷ്ടതയും വ്യഥകളും അവിടെ അനുഭവിക്കുന്ന നിന്ദകളും അവൻ അറിഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിലിരുന്നു. जब उसको मालूम पड़ा कि उसका प्रजा यानी कि उसका इस्राएल के लोगों का अवस्था, उसके भाई लोग जो विपत्ति में है, कष्ट में है और दुख दुविधा में है करके जब उसको मालूम पड़ा तो वो प्रार्थना में आ गया. ദൈവജനത്തിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കുവാനുള്ളത്, इसलिए प्रभु के लोगों को मुझे एक सवाल पूछना है. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെയായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അവരോടുള്ള മനോഭാവം കാണിക്കുന്നത്? हमारे बीच में जो हमारे मसीह में जो हमारे भाई लोग हैं, इस तरह का दुविधा में अगर लोग फंसे रहेंगे तो उनके विषय में हमारा मनोभावना कैसा है? നാം ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിരിക്കുന്നുണ്ടോ? क्या हम लोग भी उनके विषय में प्रभु की उपस्थिति में आकर उनके लिए विनती करते हैं क्या? വലിയവനായ ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുക്കളെ ഓർത്ത് നീ പ്രാർത്ഥിക്കണമെന്ന്. हमारा प्रभु हमें एक बात सिखाता है कि शत्रुओं के लिए प्रार्थना करना चाहिए. നാം എത്ര പേരെ ആ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിരിക്കുന്നുണ്ട്? इसलिए हम में से कितने लोग हैं उनके लिए हम प्रार्थना करते हैं. നമ്മുടെ കൂടെയുള്ള എത്രയോ ജനങ്ങളാണ് കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും വ്യതകളുടെയും അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത്. हमारे बीच में सब कितना लोग हैं इस तरह कष्ट और विपत्ति और क्लेश में और दुविधा में वो लोग जा रहे हैं, उनको हम लोग याद करते हैं प्रार्थना में. അന്യോന്യം കാണുവാൻ കഴിയാത്ത ഒരവസ്ഥ, एक ऐसा परिस्थिति में हम जी रहे हैं कि हम लोग एक दूसरे को मिल नहीं पा रहे. അന്യോന്യം നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ കഴിയാത്ത ഒരവസ്ഥ, हम लोग ऐसा दुविधा में फंसे हुए हैं कि एक दूसरे को मिलकर अपना बातें हम बात नहीं कर सकते. ഒരു വൈറസ് വന്നതുകൊണ്ട് നമ്മൾക്ക് അവരുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ട് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ചോദിക്കുക. ഞാൻ ആരോടും ചോദിക്കുന്നില്ല. നാം നമ്മുടെ സഹോദരങ്ങളുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട് ഈ വൈറസ് വന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് सवाल पूछना चाहता हूँ, अपने आप में रखना. मैं आपको पूछते समय में अपने आप को भी मैं पूछ रहा हूँ कि एक छोटा सा वायरस आने के वजह से मेरा असलियत क्या है? क्या मैं ये वायरस के वजह से, ये लॉकडाउन के वजह से मुझे और मेरा भाइयों के साथ मेरा रिश्ता किस तरह है? वो सच्चाई का अवस्था अभी प्रकट हो गया. इसलिए वो अवस्था क्या है हमें जानना है, अपने आप को परखना है. നമ്മുടെ പ്രിയപ്പെട്ടവര് എവിടെയായിരുന്നാലും അവരുടെ വിശേഷമായ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നാം അവരെ കുറിച്ച് ഏത് വിധത്തിലാണ് നമ്മുടെ വിചാരങ്ങൾ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. हमें सोचना है कि हमारा भाई लोग मसीह में विश्वासी लोग कौन से परिस्थिति में है पता नहीं, अनजान कहां पर रहेंगे पता नहीं, परंतु उसके विषय में जब हमको मालूम पड़ता है तो ऐसे समय में हमारा मनोभावना क्या है उनके विषय में ये हमें जानना है. എന്നാൽ നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആ പ്രവാസത്തിൽ അവിടെ നിന്ന് കടന്നു വന്ന ആ പുരുഷന്മാരോട് നെഹമ്യാവ് ചോദിക്കുകയാണ്, ഞാൻ അവരുടെ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിന്റെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. वाक्य 2 में जैसा हमने पढ़ा, नेहम्याह अपना भाइयों से वहां पर पूछता है कि वो उन भाइयों से पूछ रहा है जो इस तरह बदुआई से वो लोग आते समय में यरूशलेम के विषय में ये सब बातें, उनका अवस्था क्या है, वो बातें पूछकर वो जान रहे हैं कि उनका परिस्थिति क्या है. അവിടെ നമുക്ക് മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരെങ്ങനെ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ और वाक्य 3 जब पढ़ते समय में हम देखते हैं कि वो लोग किस परिस्थिति में है. 3 पढ़ेंगे. മൂന്നാമത്തെ വാക്യം, उन्होंने मुझसे कहा, जो बचे हुए लोग बंधुआई से छूटकर उस प्रांत में रहते हैं वे बड़ी दुर्दशा में पड़े हैं और उनकी निंदा होती है, क्योंकि यरूशलेम की शहरपनाह टूटी हुई और उसके फाटक जले हुए हैं. നമ്മൾക്ക് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ സംസ്ഥാനത്തെ മഹാകഷ്ടത്തിലും അപമാനത്തിലും അതുപോലെ അപമാനത്തിലും ഇരിക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. वहां पर पढ़ते समय में वो लोग बहुत बड़ा दुविधा में है, बहुत बड़ा कष्ट में है और निंदा का परिस्थिति में वो लोग जी रहे हैं. ഈ കോവിഡിന്റെ സമയത്തെ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഇതേ രീതിയിലായി അവസ്ഥയായിട്ടുണ്ട്. ये कोविड का ये परिस्थिति में जो लॉकडाउन में हम जा रहे हैं, हम में से बहुत विश्वासी लोग इसी परिस्थिति से गए हैं. നമ്മുടെ കൂടെയുള്ള നമ്മുടെ
കർത്തദാസന്മാർ അനേകരെ ഈ കോവിഡ് മുഖാന്തരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. हमारे बीच में से बहुत से प्रभु के सेवक लोग हैं जो प्रभु का सेवा कर रहे थे, परंतु कोविड का इस अवस्था में, लॉकडाउन में, वो लोग बहुत लोग प्रभु में सो गए. എന്റെ സ്ഥലസഭയിലെയും ഒരു സഹോദരി ഈ കോവിഡ് മുഖാന്തരം ഈ ലോകം വിട്ട് കടന്നുപോയി. खुद का दिल्ली में हमारा कलीसिया में, हमारा सारी कलीसिया में एक बहन है, कोविड की वजह से वो प्रभु में सो गई. വളരെ പ്രയാസം, ഒരിക്കലും അങ്ങോട്ട് അടുത്തുകൂടാൻ വയ്യാത്ത അവസ്ഥ. ഡൽഹിയുടെ അവസ്ഥ നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ നടന്നു പോകുന്ന അവസ്ഥയിൽ ആള് വീണ് താഴ് വീണ് ഈ ലോകം വിട്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ मैं കഴിയുന്നത്. अगर दिल्ली का अगर अवस्था बताऊं तो वहां पर इतना बड़ा दुविधा है कि वहां पर एक आदमी चल के जा रहा है, चलते चलते थक गया, उधर ही गिर गया और वो मर गया. ആന്ധ്രയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ദൈവസേവ ചെയ്ത ഒരു കർത്താവിന്റെ ദാസൻ, एक प्रभु का दास जो आंध्रा में प्रभु का सेवा करके यहाँ पर आया था. ആ വിഷയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അതിന് മതിയാകുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. उसमें से एक बात, वो भाई इतना सेवा कर रहा है, ये बात मुझे मालूम पड़ा तो कितना मैं प्रभु को धन्यवाद दूं, वो कम पड़ रहा था. ഞങ്ങൾ സഭയായിട്ടും അതുപോലെ ഞങ്ങൾ വ്യക്തികളായിട്ടും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തന്റെ മകൻ ആ ഹോസ്പിറ്റലിലെ ICUവിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ താന് താഴെ ബെഡ് കിട്ടാതെ ഒരു സ്ട്രക്ചറിൽ ഒരു ചെറിയ ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ये കാണുന്നത്. भाई का अवस्था ऐसा हो गया. हम लोग सब लोग पूरा कलीसिया होकर उस भाई के लिए प्रार्थना कर रहे थे और व्यक्तिगत रीति से भी हम प्रार्थना कर रहे थे. उस भाई का परिस्थिति ऐसा था कि वो भाई का बेटा खुद ऊपर का वही हॉस्पिटल का ऊपर का माले में ICU में वो ऑक्सीजन में वो लेटा है और ये भाई का अवस्था क्या है, नीचे का रूम में वहां पर उनको बेड अवस्था नहीं है, ऐसी स्ट्रेचर में वो लेटा हुआ है, मास्क डालकर ऑक्सीजन श्वास में ऐसे ही लेटा है वहां पर. എന്നാലും ആ കർത്താവിന്റെ ദാസന് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. परंतु इस दुविधा में वो भाई जब रहते समय में वो प्रभु का दास से सिर्फ एक ही बात कहा, എന്റെ മകന് നീ ആയുസ്സും ആരോഗ്യം കൊടുക്കണം. हे प्रभु, मेरा बेटा जो ऊपर ICU में है उसको आप उम्र देना. എന്നെ നീ ദൈവ കർത്തർ സന്നിധിയിൽ എടുത്തോ, എനിക്ക് അതിന് പ്രയാസമില്ല. എന്റെ മകനെ നീ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകി അവനെ വീണ്ടും തരണം. तो आप प्रभु को कहते हैं कि हे प्रभु, आप मुझे उठा लो क्योंकि मेरा उम्र हो गया और जितना सेवा मैंने किया उसमें मैं तृप्त हूँ, परंतु मेरा बेटे को तो सेवा का अगर मौका मिल रहा तो आप उसको थोड़ा उम्र दे दो करके प्रभु से वो प्रार्थना किया. വളരെ കഷ്ടത്തിൽ കൂടിയും വളരെ പ്രയാസത്തിൽ കൂടി കടന്നുപോയ ഒരു സന്ദർഭമായിരുന്നു ഞങ്ങൾ അവിടെ. तो वो ये इस तरह का बहुत से परिस्थितियों से, अलग अलग परिस्थितियों और तकलीफ और वेदना से हम जा रहे थे. എന്നാൽ ആ കർത്തൃദാസൻ ഈ ലോകം വിട്ട് കടന്നു പോകാനിടയായി. परंतु वो प्रभु का दास प्रभु में सो गया, प्रभु का बुलावा आया. ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത ഒരു സന്ദർഭമായിരുന്നു അത്. हम लोग को कभी भी वो विषय सुनकर हमें सहने नहीं हुआ. ഞങ്ങളെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും അതുപോലെ ഞാൻ സ്നേഹിക്കുകയും. ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ സ്റ്റെഫി മോളെ ആ കർത്തദാസന്റെ മോടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. यानी कि वो प्रभु के दास के साथ मेरा बहुत ही गहरा रिश्ता था, इतना करीबी था कि मेरा जो छोटा बेटी स्टेफी है और वो प्रभु का दास का बेटी दोनों साथ में पढ़ते थे. അതോർക്കുമ്പോൾ ഹൃദയം വളരെ വേദനിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. और आज भी जब वो दिनों को, वो भाइयों को और उस पुराना संगति को जब मैं याद करते समय में, और वो भाई आज हमारे बीच में नहीं है, ये बात सोचकर आज ही थोड़ा सा दुख है. ഇവിടെ നമ്മൾ വായിക്കുന്നത് നെഹമ്യാവ് ആ വന്ന സഹോദരന്മാരെ തന്നെ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയിരിക്കുന്ന തന്റെ ജനത്തിന്റെ വിവരം പറഞ്ഞപ്പോൾ താൻ അവിടെ ഇരുന്ന്, നമ്മൾക്കറിയാം അവരായിരിക്കുന്നത് മഹാകഷ്ടത്തിലും അതുപോലെ വളരെ പ്രയാസത്തിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. जब नेहम्याह को मालूम पड़ा, अपने भाइयों के द्वारा उसको मालूम पड़ा कि जो लोग वो इस तरह बंदीगृह से आए हुए हैं, वो लोग बहुत बड़ा विपत्ति में है, बहुत बड़ा कष्ट में है और निंदा वो लोग सह रहे करके ये बात मालूम पड़ा तो नेहम्याह को सह नहीं हुआ, वो तुरंत प्रार्थना में आ गया. എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, ആരോട് ചോദിക്കുവാനോ ആരോട് പറയുവാനോ പോകാതെ അവൻ ദൈവസന്നിധിയിൽ തന്നെ ഇരുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. तो इस तरह का खबर जब सुना कि उसका भाई इस तरह विपत्तियों में जा रहा है और निंदा में जा रहा है, किसी के पास वो मदद मांगने के लिए या क्या करना होगा करके ऐसा स्वयं का बुद्धि में वो गया नहीं, बल्कि सिर्फ वो प्रार्थना में आ गया. ഈ സംഭവം നടക്കുന്നത് ശൂഷൻ രാജധാനിയിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ये बात हमें समझना है, ये कहां पर ये घटना घट रही है. एक महल में उसको खबर मिला, तभी वो देख रहा है. അവിടുത്തെ ഏറ്റവും വലിയ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥനായിരുന്നു നെഹമ്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ और കഴിയും. नहम्याह जब खबर सुनते समय में वो कौन है, वो राजा का एक बहुत बड़ा खास व्यक्ति है जो हमेशा राजा का सेवा करते रहता है। वो उस राजमहल में सेवा करते समय में उसको ये खबर मिला। രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ हम കഴിയുന്നു. लोग जानते हैं कि नहम्याह एक ऐसा व्यक्ति था जो राजा का प्याला लेकर, वो कटोरा लेकर वो आता था। നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാക്കുവാൻ 7 പ്രധാന കാര്യങ്ങൾ നമുക്ക് ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. वहां पर जब वाक्य पढ़ते समय में वहां पर 7 मुख्य बातें को हम देख सकते हैं। യഹൂദന്മാരെ കുറിച്ച് അവൻ ചോദിച്ചു. वो सबसे पहला बात देखते हैं कि अपने भाइयों के विषय में उसने छानबीन किया। യെരുശലേമിന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കുന്നെന്ന് അവൻ ചോദിച്ചു. यरूशलेम का अवस्था क्या है ये वो पूछा। എന്നാൽ ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് ഇരുന്നു, അതുപോലെ തന്നെ കരഞ്ഞു, അതുപോലെ തന്നെ അവൻ ദുഃഖിച്ചു, അതുപോലെ തന്നെ അവൻ ഉപവസിച്ചു. അത് തന്നെയല്ല, അവസാനമായി നമ്മൾ നോക്കുമ്പോൾ അതെ അവൻ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. उधर का दुर्दशा जब उसने सुना तो वो उधर ही वो बैठ गया, वो एकदम कमजोर हो गया, रोने में आ गया, उपवास में आ गया, और उतना ही नहीं वो प्रार्थना करने लगा। നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യെരുശലേമിന്റെ അവസ്ഥ അതിലും പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. हमें समझना है यरूशलेम का अवस्था बहुत ही बुरा अवस्था था। അതിന്റെ വാതിലുകൾ തീ വെച്ചും उनके दरवाजों को जलाया गया था। അത് ചുറ്റും കിടക്കുന്ന എന്ന് ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ ചുറ്റും കിടക്കുന്ന അവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്. यरूशलेम के दरवाजे जलकर एकदम आधा लकड़ी भस्म हो गया, आधा जल का दशा में पूरा खराब होकर गिरा, टूटा पड़ा है। എന്നാലും ഏത് ഉന്നത അവസ്ഥയിലായിരുന്നാലും ഏത് അവസ്ഥ രാജാവിന്റെ സകലവിധമായ എല്ലാ കാര്യങ്ങളിലും ഉന്നതനായിരുന്ന നെഹമ്യാവ് അവിടെ അവൻ ഇരിക്കുന്നതായി നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. परंतु हम देखते हैं कि ये नहम्याह जो अपने आप को इतना ऊंचा पदवी में वो उस समय में था, सेवा करते समय में राजा का सेवा कर रहा है, महल में है, कोई दुख तकलीफ क्लेश उसको नहीं है, परंतु ये खबर सुना तो तुरंत वो उधर ही बैठ गया। ഇരിക്കുക മാത്രമല്ല അവൻ ചെയ്തത്, सिर्फ उधर बैठ गया उतना ही नहीं, കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. वो रोकर प्रार्थना करने लगा। നമ്മൾക്കറിയാം കുറെ നേരം അവൻ ദുഃഖിച്ചു, वहां पर हम देखते हैं कि वो वहां पर हम समझते हैं कि पढ़कर कि वो थोड़ी देर वो दुखी में था ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. और उपवास करके प्रार्थना करने लगा। പ്രിയമുള്ള ദൈവജനമേ, हे प्रिय भाइयों, നാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. हमें जो सामने रखा हुआ जो समय को देखते समय में बहुत अधिक हमें प्रार्थना में हमें समय बिताना ഇനി है। എത്ര ദിവസം നമ്മൾക്ക് കിട്ടുമെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. क्योंकि हम में से कोई ऐसा बोल नहीं सकता आगे हमको कितना समय मिलने वाला है। ദൈവം തരുന്ന സമയം അവന് വേണ്ടി ഉപയോഗിക്കുക. क्योंकि अभी प्रभु ने जितना समय दिया है उतना पूरा समय प्रभु के लिए इस्तेमाल करें അത് തക്കത്തിൽ ഉപയോഗിക്കാൻ വലിയവനായ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക. और उसको सही रीति से प्रभु के लिए इस्तेमाल करें, महिमा के लिए इस्तेमाल करें। ഇത്രമാത്രം ഉന്നത അവസ്ഥയിലായിരുന്ന നെഹമ്യാവ് ഇവിടെ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് തന്റെ ജനത്തിന് വേണ്ടി കരഞ്ഞു ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ हम एक കഴിയുന്നത്. ऐसा नहम्याह को देखते हैं जो इतना ऊंचा पदवी में वो होकर भी अपने भाइयों के विषय में जब उसने उनका बात सुना तो उधर ही वो बैठ गया और दुखी होकर प्रार्थना करने लगा। ഇതുപോലെ പ്രാർത്ഥിച്ച ഒരു വിഷയം കൂടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ऐसा और एक प्रार्थना को हम देखते हैं ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ दानियेल का पुस्तक में जब हम जाते हैं അവിടെ നാല് ദൈവമക്കളെ നമ്മൾക്ക് അവിടെ കാണുവാൻ वहां കഴിയുന്നു. पर 4 प्रभु के दासों को हम देखते हैं, നന്ദരക്ക് മേശക് അബേദ്നെഗോവും ദാനിയേൽ. शद्रक मेशक ओबेदो और दानियेल। അവര് രാജ്യഭോജനം കൊണ്ട് അവർ തന്നെത്താൻ അശുദ്ധമാകുകയില്ല എന്നൊരു ശപഥം അവർ അവിടെ എടുക്കുന്നുണ്ട്. सबसे पहला उन लोगों ने ये प्रतिज्ञा लिया, शपथ लिया कि हम लोग राजमहल से आने वाला वो खाना हम लोग खाकर अपने आप को अशुद्ध नहीं करेंगे। അവിടുത്തെ ഉള്ള രാജഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് അവർ പറയുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ उन കഴിയും. लोगों ने ये गवाही दिया कि राजमहल से आने वाला भोजन को खाकर हम अपने आप को अशुद्ध नहीं करेंगे। അവരുടെ ഹൃദയത്തിൽ അവരെടുത്ത ദൃഢനിശ്ചയമായിരുന്നു അത്. उनका हृदय में लिया हुआ वो एक निर्णय था जो लोग ने बताया। ആ നിശ്ചയം എടുത്തത് മാത്രമല്ല, सिर्फ इतना बड़ा निर्णय लिया उतना ही नहीं, അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. वो लोग तभी उसके बाद वो लोग प्रभु की उपस्थिति में आकर सब लोग मिलकर प्रार्थना किया। അവിടെ എന്താണ് സംഭവിച്ചത്? और फिर वहां पर क्या हो गया? മറ്റുള്ളവരെ 10 ദിവസത്തേക്ക് മാത്രമാണ് അവിടെ അനുവാദം ചോദിച്ചത്. तो उन लोगों ने सिर्फ 10 दिन का मांग किया। അവര് 10 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, വലിയവനായ ദൈവമേ, ഞങ്ങൾ എടുക്കുന്ന ഈ നിർണയത്തിനും ഈ ആവശ്യത്തിനും നീ ഞങ്ങളെ സഹായിക്കണം. तो वो 10 दिन वो लोग ने उधर का अधिकारियों से वो लोग मांगा, और वो लोग 10 दिन वो लोग समय में पूरा समय वो लोग प्रार्थना में रहा, और उन लोग का ये प्रार्थना था कि प्रभु हमने जो निर्णय लिया है उस विषय में आप मदद करना। ദൈവം അവർക്ക് ഉത്തരം നൽകി. എന്തായിരുന്നു ആ ഉത്തരം? और प्रभु ने उनको उत्तर दिया। उधर उनका नतीजा क्या हो गया നമ്മൾക്കറിയാം. हम जानते हैं। 10 ദിവസം കഴിഞ്ഞ്
അവരെ നോക്കുവാൻ കടന്നു വരുമ്പോൾ 10 दिन के बाद जब अधिकारी लोग दानियल और शद्रक मेशक अबेदnego को मिलने के लिए आया, രാജഭോജനം കഴിച്ച അവിടെയുള്ള അവരെക്കാട്ടിലും ഇവിടെ ശാപദാർത്ഥം കഴിച്ച ഈ 4 പേരെ അവരെക്കാട്ടിൽ ശ്രേഷ്ഠരെന്ന് കാണുവാൻ തക്കവണ്ണം ഇവിടെയാണ്. वहां पर हमने क्या देखा, जो लोग वहां का राजमहल का भोजन खा रहे थे उनको देखकर, और दानियल ने और उनके 3 मित्रों ने जो राजमहल का भोजन नहीं खाया बल्कि दूसरा भोजन वो लोग खाया, वो दोनों में तुलना किया तो ज्यादा सुंदर, ज्यादा शोभावान दानियल और उनके भाई लोग थे. ഈ കാര്യം ഇവര് അവിടെ രാജസന്നിധിയിൽ അവതരിപ്പിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തി പറഞ്ഞു, എന്റെ തലയ്ക്ക് കേട് വരുത്തരുത് എന്ന് പറഞ്ഞായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. तो ये जब अधिकारियों ने देखा तो वो लोग डर गए. वो लोग बोलते हैं कि ये खबर राजा के पास नहीं पहुंचना चाहिए, क्योंकि राजा के पास पहुंच गया तो हमारा गर्दन कटने का अवस्था होगा, इसलिए राजा को मत बताना. അന്നേരം ഇവര് പറഞ്ഞത് നിനക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കൂ നോക്കുക. वो तो उन लोग तो क्या कर रहे थे, देखो आप लोग घबराने का जरूरत नहीं है, हम जानते हैं राजमहल का भोजन का अनुमति राजा ने दिया है, परंतु आप घबराना नहीं, आप खाली हमको 10 दिन परख कर देखो. നമ്മൾക്ക് മനസ്സിലാക്കാൻ ദൈവം അവിടെ പ്രവർത്തിച്ചു എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാവും. और हम जानते हैं, हम देखते हैं कि यहोवा परमेश्वर वहां पर कार्य किया. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വേറൊരു സന്ദർഭം അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച കാര്യം നമുക്ക് और മനസ്സിലാവും. फिर दूसरा और एक अवस्था को हम देखते हैं जहां पर लोग प्रभु की उपस्थिति में रहकर प्रार्थना किया. രാജാവ് നിർത്തിയ ആ ബിംബത്തെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം. അവിടെ ഒരു വാങ്കുളി ഉണ്ട്, ഒരു മണിമുഴക്കം, അതുപോലെ തന്നെ അതിന്റെ ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ ആ ബിംബത്തിന്റെ മുമ്പിൽ ഇവർ വന്ന് ഇന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. वहां पर एक अवस्था, एक परिस्थिति को हम देखते हैं जहां पर राजा ने आज्ञा दिया था, जब मूर्ति खड़ा करते समय में वहां पर एक बहुत बड़ा संगीत होगा, तुरैया फूका जाएगा, ढोल बजाया जाएगा. ये सब करते समय में उधर इकट्ठे हुए सभी लोगों को उस मूर्ति के सामने एकदम नीचे गिरकर दंडवत करके झुकना है करके, ऐसा परिस्थिति जब शद्रक मेशक अबेदnego के ऊपर आया. എന്നാൽ ഇവർ ആ വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചില്ല. पर इन लोगों ने उस मूर्ति के सामने उन लोगों ने दंडवत नहीं किया. അവർ പ്രാർത്ഥിച്ച് ദൈവമേ ഇതിന് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരുത്തരുതേ എന്ന്. पर उन लोगों ने प्रार्थना किया कि ऐसा परिस्थिति हमारे जीवन में कभी ना लाना. ആ വീണ് നമസ്കരിക്കാത്ത വ്യക്തികൾക്കുള്ള ആ പ്രതിഫലം പുറകിൽ വെച്ചിട്ടുണ്ട്. तो जो वहां पर दंडवत नहीं करेगा उनको प्रतिफल पीछे रखा है. നമ്മൾക്കറിയാം എന്താണ് वो क्या था, ആ തീയിലിടുക എന്നുള്ള आग का गंधक उसके लिए जलाकर 7 गुना तैयार करके रखा था. നമ്മൾക്കറിയാം हम जानते हैं ആ അന്നുണ്ടായിരുന്ന ആ തീ എത്രമാത്രം ഉണ്ടായിരുന്നു അതിന്റെ ഡബിൾ കൂട്ടിയെന്ന് നമ്മൾ വായിക്കുവാൻ वहां കഴിയുന്നുണ്ട്. पर वो लोग पहला तो राजा ने आग तैयार करके रखा था, परंतु ये लोगों की गलती की वजह से उसको 7 गुना तेज करके रखा था. ഈ 1-2 പ്രാവശ്യം ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരനുസരിച്ചില്ല. तो इतना राजा उनको जब बोल रहे हैं और धमकी दे रहे हैं, उनका जान का अवस्था जब उनके ऊपर लाते समय में भी वो लोग ने नहीं माना. അവരുടെ കൈയും കാലും കെട്ടി उनका हाथ पैर को बांधा അവിടെ നിൽക്കുന്ന സേവകരോട് പറഞ്ഞു ഇവരെ കൊണ്ട് അങ്ങോട്ടിട്ട്. और सेनाओं को बोला इनको आग के भट्टी में डाल दो. എന്നാൽ നമുക്ക് അവിടെ സംഭവിച്ചത് നമ്മൾക്കറിയാം. और फिर घटना क्या हुआ आप जानते हैं. ഇവരെ ഇടുന്നതിന് മുന്നേ ഈ കൊണ്ടുപോയവർ ഇവിടെ വീണുപോയി. जो लोग उठाकर, जो सेना लोग उठाकर ये तीनों को आग में डाल रहा था, वो आग में डालने से पहले जो उठा के डाल रहे थे वो सेना लोग जल गए वहां എന്നാൽ पर. ഇവരെ ആ തീയിലേക്ക് ഇട്ടു. और फिर भी वो तीनों को आग में डाला. നമ്മൾക്കറിയാം ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. और प्रभु का हाथ वहां पर, बहुत मदद का हाथ वहां पर पहुंचा. ദൈവജനം പ്രാർത്ഥിച്ചതിന്റെ ആ പ്രതിഫലം നമ്മൾക്ക് അവിടെ കാണുവാൻ പോവുകയാണ്. लोग ने जिस के लिए निर्णय लिया और प्रार्थना किया उसका फल को वहां पर हम देखते हैं. അവിടെ രാജാവ് അവരെ നോക്കുവാൻ ചെന്നു. राजा उनको मिलने के लिए गया എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और हम क्या देखते हैं, 4-ാമത്തെ വ്യക്തി അതിനകത്ത് നടക്കുകയാണ്. उस आग के भट्टी के बीच में एक चौथा व्यक्ति भी है. എന്താണ് നമ്മൾക്ക് അവിടെ കാണുവാൻ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. और वहां पर हमको क्या समझ में आता है, കർത്താവ് അവരോട് കൂടെയുണ്ട്. प्रभु उनके साथ था. അവിടെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. क्योंकि प्रभु कहता है कि घबराना नहीं, मैं तुम्हारे साथ हूँ, ഞാൻ നിന്റെ ദൈവമാണ്. मैं तुम्हारा परमेश्वर हूँ. പ്രകാരം പിടിച്ച് അവിടെ നിന്ന് അവിടെ വെളിയിൽ കൊണ്ടുവന്നു. और फिर उनको बाहर निकाला. എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന അവിടെ ഒരു തലനാര് പോലും അവർ കരുതില്ല എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ और കഴിയും. वहां पर हम देखते हैं कि वो लोग जब बाहर आने के बाद उनके अंदर जलने का कोई भूल नहीं था, यहाँ तक कि उनका बाल भी जले नहीं थे. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ ആ പ്രാർത്ഥനയുടെ ശക്തി परंतु वहां पर प्रभु के लोगों ने जो प्रार्थना किया उसका सामर्थ्य को हम देखते हैं. നമ്മൾക്കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. यहाँ पर हम देखते हैं कि नहम्याह ने प्रभु की उपस्थिति में आकर विलाप किया. അവൻ ദുഃഖിച്ചു. वो दुखी हुआ, അവൻ ഉപവാസം കഴിച്ചു. उपवास किया. അവൻ പ്രാർത്ഥിച്ചു.
उसने प्रार्थना किया। എന്നാൽ നമ്മൾക്ക് ഇവിടെ വായിക്കുവാൻ കഴിയുന്നത് പ്രവർത്തനം പ്രാർത്ഥനയ്ക്ക് മുമ്പേ അല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുവാനാണ് ഇവിടെ വലിയവനായ ദൈവം പറഞ്ഞിരിക്കുന്നത്. यहाँ पर प्रभु का कार्य वहां पर देखो, कार्य करके तुम प्रार्थना करो वैसा नहीं था, बल्कि प्रार्थना के बाद तुम्हें कार्य वहां पर होगा करके वहां पर यहोवा परमेश्वर उनको उसको कहता है। താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और प्रार्थना वहां पर नीचे अगर हम पढ़ते समय में वहां पर हम देखते हैं, നമ്മൾക്ക് അതിന്റെ രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ ആ പ്രതിഫലം നമ്മൾക്ക് അവിടെ അതിന്റെ ആ ഉത്തരം നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ കാണുവാൻ तो കഴിയുന്നു. वहां पर दूसरा अध्याय को जब हम पढ़ते हैं समय में जिधर जिधर उन लोगों ने प्रार्थना किया उसके अनुसार उसका उस प्रार्थना का उत्तर का कार्य क्या क्या हुआ करके हमें देखने को मिलता ആ है। വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. उस विषय में मैं जाना नहीं चाहता, വെറും ഇനി 5 മിനിറ്റ് മാത്രമേ എന്റെ മുന്നിലേ ഉള്ളൂ. बस थोड़ा समय बाकी है। വലിയവനായ ദൈവത്തിന്റെ ആ പ്രാർത്ഥനയുടെ ശക്തി, यानी कि मैं बताना चाहता हूँ कि वो प्रार्थना में जो सामर्थ है, ദൈവം നെഹമ്യാവിന്റെ പ്രാർത്ഥന കേട്ടു. वहां पर परमेश्वर नेहमिया का प्रार्थना सुना, ചന്ദ്രക്ക് മേശയ്ക്ക് ഉപദ്രവം ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ടു. दानियेल शद्रक मेशक अबेदनगो का प्रार्थना सुना। നമ്മൾക്കറിയാം വലിയവനായ ദൈവം തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ हम കഴിയും. ये भी जानते हैं कि हमारे प्रभु ने अपने चेलों को प्रार्थना करने सिखाया था। നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാമെന്ന വാഗ്ദത്തം ഉള്ളതോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. और मैं प्रभु को धन्यवाद देता चाहता हूँ कि तुम जो भी मांगो तुम्हें मिलेगा, ये वाणी प्रभु ने उनको दिया था। ദൈവജനമേ, നിങ്ങളെ ഒരു കാര്യം ഓർത്ത് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവമാണ്. इसके लिए हमें, इसलिए मेरे प्रिय लोगों, मैं बस आपको बताना चाहता हूँ कि हमेशा प्रार्थना में तत्पर रहना, उसका कार्य उसका फल आप लोग देखोगे। എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, मेरे सुनने वाले मेरे प्रियो, നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്തിട്ടില്ല എങ്കിൽ, यदि अगर आपने अपना मन अभी तक प्रभु को नहीं दिया है, तो നിങ്ങളുടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, यदि अभी तक आपने प्रभु को अपना उद्धारकर्ता के रूप में नहीं दिया है, तो നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന പ്രയാസം, വേദന ഞങ്ങൾക്കൊന്നും പറയുവാൻ കഴിയില്ല. आपके ऊपर आने वाला विपत्ति और क्लेश है, वो मैं नहीं बता सकता। ദൈവസന്നിധിയിൽ നിങ്ങൾ തന്നെ താണിരിക്കുക. आप स्वयं खुद प्रभु की उपस्थिति में अपने आप को नम्र करो। ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. प्रभु की उपस्थिति में आप अपने आप को समर्पित ഇന്ന് करो। രാത്രി സമയം आज के इस समय में ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുകയാണെങ്കിൽ, अगर प्रभु की उपस्थिति में अपना मन को अगर हम देंगे, तो നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിക്കിട്ടും. हमारे जीवन में आया हुआ सभी क्लेश, विपत्ति और त्रास और तकलीफ सब बातें हट അതാണ് जाएगा। നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. वो हम देखते हैं, ये वचन पढ़ते समय समझते നിങ്ങൾ ഒരു हैं। വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, तुम लोग अगर एक व्यक्ति के लिए अगर प्रार्थना कर रहे हैं, तो ആ വ്യക്തിക്ക് അതിന്റെ അനുഗ്രഹം ലഭിക്കും. उस व्यक्ति को उसका आशीष मिलेगा। അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം, എന്റെ പ്രാർത്ഥന എത്രമാത്രം ഫലിച്ചുവെന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുവെന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയും. जिससे हमें मालूम पड़ेगा कि हमें प्रभु ने हमारा प्रार्थना सुना और उसका उत्तर वो भाई के लिए दिया। ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുവാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. इसलिए हमारे जीवन में कोई भी तकलीफ, क्लेश, विपत्ति या त्रास, कोई भी ऐसा बातें अगर आ रहे हैं, तो दूसरे लोगों के ऊपर तुम लोग निर्भर करो, ऐसा प्रभु नहीं कहता। നിങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല. यहाँ तक कि तुमको दूसरों को बोलने का भी जरूरत नहीं പറയുന്നതിന് है। മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. दूसरों को बोलने से पहले काम करना। ദൈവസന്നിധിയിൽ ഇരിക്കുക. प्रभु की उपस्थिति में आकर बैठो, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. तुम्हारे हृदय को प्रभु की उपस्थिति में उंडेलो। കർത്താവേ, ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് നീ ഉത്തരം തരണം. हे प्रभु, मैं मांगने वाला चीज का उत्तर आप देना। നമ്മൾക്ക് അറിയാം, യാക്കോബ് അവൻ ഓടിപ്പോകുമ്പോൾ हम देखते हैं कि याकूब जब वो भाग रहा था, നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. वहां पर हम एक बात देखते हैं, ദൈവത്തിന്റെ ദൂതനും യാക്കോബും തമ്മിൽ മല്ല് പിടിക്കുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ वहां पर हम കാണുവാൻ. देखते हैं कि याकूब और परमेश्वर का दूत के साथ जब एक कुश्ती वहां पर हुआ, എന്താണ് അവിടെ സംഭവിച്ചത്? वहां पर क्या हुआ? എന്നെ നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവിടെ वहां पर वो പറയുന്നത്. क्या कहता है? हे प्रभु, जब तक तू मुझे आशीष नहीं करेगा तब तक मैं तुझे नहीं छोड़ूंगा। എന്നാൽ നമുക്ക് അവിടെ കാണുന്ന ആ അനുഗ്രഹം അവൻ പ്രാപിക്കാൻ തക്കവണ്ണമാണ്. और जिसके वजह से हम देखते हैं कि उसको वो आशीष मिला। പ്രാർത്ഥന അത്രമാത്രം വലുതാണ്. प्रार्थना उतना बड़ा है। നിങ്ങൾ തന്നെ നിങ്ങളെ സമർപ്പിക്കുക, നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ കരയുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. हमें अपने आप को प्रभु की उपस्थिति में रखना है। आपको भी ऐसे ही करना है, प्रभु की उपस्थिति में आना है, बैठना है, रोना है, उपवास करके प्रार्थना करना है। പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവമാണ്. कार्य करने वाला तो प्रभु है, നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. क्योंकि हमारा प्रभु कार्य करता है, ഒരു സംശയവുമില്ല. इसमें कोई शंका नहीं। നിങ്ങളുടെ കർത്താവിനെ നിങ്ങളുടെ ഹൃദയം കൊടുക്കുക. परंतु हम अपना हृदय को प्रभु को दे दो। ദൈവമേ, കർത്താവേ, നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. हे प्रभु, आप मेरे मन में आओ, ഇന്ന് ഞാൻ നിന്നെ എന്റെ കർത്താവ്, എന്റെ ദൈവവുമായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. क्योंकि आज से मैं आपको, आप मेरा प्रभु और आप मेरे परमेश्वर हो। എന്റെ ഹൃദയം നിനക്ക് വേണ്ടി ഞാൻ തുറന്നു തരുന്നു. मेरा हृदय को मैं आपके सामने में खोलता हूँ। എന്റെ ഹൃദയത്തിലെ മനിതകൾ നീക്കി നീ എന്റെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നു. मेरे हृदय का अवस्था को आप समझना, मेरे अंदर प्रवेश करना। ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. तो यहोवा कहता है कि मैं तुम्हें कभी नहीं त्यागूंगा, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല. मैं कभी नहीं तुम्हें छोड़ूंगा, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. मैं कभी तुम्हें त्यागूंगा नहीं, എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. बल्कि युग के अंत तक मैं तुम्हारे साथ रहूंगा।
വലിയവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, അതിന് യാതൊരു സംശയമില്ല. और इस अवस्था में अगर जब हम प्रभु की उपस्थिति में समर्पण करेंगे तो प्रभु आपको आशीष करेगा। നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന വലിയവനായ ദൈവം. हमारा जरूरतों को जानकर हमें मदद करता है हमारा प्रभु। നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിയുന്ന മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുതെന്ന് പറഞ്ഞ വാക്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. हम देखते हैं वचन में हम पढ़ते हैं कि जगत के प्रभुओं को, बड़े बड़े प्रधानों अधिकारियों के ऊपर तुम लोग भरोसा नहीं करना, उन पर निर्भर नहीं करना। എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, इसलिए मुझे सुनने वाला प्रिय लोगों, നിങ്ങളുടെ हृदय കർത്താവിനോട് अपना हृदय को प्रभु को दो। ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക. प्रभु के उपस्थिति में अपने आप को समय दो। അവന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുക. हम उनके उपस्थिति में आकर बैठो, പൂർണ്ണമായി നമ്മൾ അവനെ സമർപ്പിക്കുക. पूरा मन को प्रभु को दो। പ്രാർത്ഥിക്കുക, प्रार्थना करना, ഉപവസിക്കുക, उपवास करना, കരയുക, रोना അത് പ്രവർത്തിക്കുക. और कार्य करना। പ്രവർത്തനം വലിയവനായ ദൈവത്തിന്റെ മക്കളാണ്. उसका पूर्तिकरण हम देखते हैं कि यहोवा परमेश्वर है जो उसको पूरा करता അവൻ है। നമ്മെ അനുഗ്രഹിക്കും. वो हमें आशीषित करता है, അവൻ ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. वो कभी हमें छोड़ेगा नहीं। എല്ലാ അവസ്ഥയിലും നമ്മളോട് കൂടെ ഇരിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ बल्कि सब परिस्थितियों में जो प्रभु हमारे साथ रहता है, കൃപകളെ ഓർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. वो सब बातों का अनुग्रह और आशीष जो प्रभु दया हमें दिखाया, वो सब बात को देखकर प्रभु को धन्यवाद करें। നെഹമ്യാവ് അവന്റെ ഭവനത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. नेहम्याह वहां पर अपना परिवार के लिए, अपने घराने के लिए नहीं प्रार्थना അവന്റെ किया। ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുവാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. उसका कामकाज में उसको प्रमोशन मिले, ऊंचा पदवी मिले, उसके लिए प्रार्थना नहीं किया। അവന്റെ ഭവനത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. अपना घर के लिए नहीं प्रार्थना किया। യഹൂദയിലെ പ്രവാസത്തിലേക്ക് കടന്നുപോയ യഹൂദ ജനത്തെയും യെരുശലേമിന്റെ അവസ്ഥയെയും ഓർത്ത് അവൻ പ്രാർത്ഥിച്ചു. നമുക്ക് വായിക്കാം. बंदीगृह से छुड़वाया पाकर वो लोग वापस जब यरूशलेम में आया, उधर का दुर्दशा को देखकर, ये इस्राएल लोगों का कष्ट को देखकर, यरूशलेम का परिस्थिति को देखकर वो प्रार्थना करता है। അവൻ ആ വിശേഷം കേട്ടപ്പോൾ जब उसने वो खबर सुना, അവൻ കരഞ്ഞു എന്ന് നമ്മൾക്ക് അവിടെ वहां पर वो बैठकर रोया करके हम देखते हैं। നമ്മളെ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് എത്ര പേര് കരയുന്നു? हम में से कितने लोग हैं अपने बच्चों के लिए हम रोते നമ്മുടെ हैं? കുഞ്ഞുങ്ങളെ ഓർത്ത് കരയേണ്ട സമയമാണ് ഇപ്പോൾ. क्योंकि अभी हमारे विषय में हमें ये अवस्था को याद करते हुए रोना है। ലോകം അതിന്റെ വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. क्योंकि संसार उसका भ्रष्टता का गहराई में और अधिक भ्रष्ट होते जा रहा है। നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മുടെ കയ്യിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. दुनिया ऐसा गिरा हुआ अवस्थे में जा रहा है कि अगर आप हमारे बच्चे हमारे हाथ से छूट जाएंगे, ऐसा अवस्थे में संसार चल रहा है। പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ ഭവനത്തെ ഓർത്തുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുക. इसलिए प्रिय, अपने विषय में, अपने परिवार के विषय में और कलीसिया के विषय में एकदम गहरा दृढ़ निश्चय आप लोग लेना, പ്രാർത്ഥിക്കുക. प्रार्थना करना, പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അവരെ ഫലമേൽപ്പിക്കുക. प्रार्थना कर उनको प्रभु की उपस्थिति में समर्पण करें। പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവം, क्योंकि कार्य तो प्रभु करता है। അവന്റെ കൃപ, उनका अनुग्रह, അവന്റെ കരുണ, उनका दया, അവന്റെ കരുതൽ, उनका संभालना, അവരെ എല്ലാം നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. वो सब हम लोग अनुभव कर पाएंगे। നമ്മൾ ഏകനായി ഇവിടെ വന്നു, हम अकेले आए എന്നാൽ ഭവനമായി ഫാമിലിയായി തീർന്നു. और यहाँ पर दुनिया में भले हम लोग अकेले आए, परंतु अभी एक परिवार होकर हम जी रहे हैं, കുഞ്ഞുങ്ങളായി. बच्चे हो गए। അതിനുശേഷം उसके बाद നാം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? अभी हमें क्या करना बाकी रह गया है? ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുക. बल्कि बस अपना जितना समय बचा है प्रभु की उपस्थिति में प्रार्थना में बिताए। നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്, हम एक बात जानते हैं, പൂർവ്വപിതാക്കന്മാർ അവർ പ്രാർത്ഥിച്ചതിന്റെ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. हमारे पूर्वजों ने, हमारे बाप दादाओं ने प्रार्थना किया, उसका एक आशीष का लाभ है जो जिसके वजह से हम टिके हुए हैं, അതാണ് ഇപ്പോഴും ഞാനും അനുഭവിക്കുന്നത്. जिसके वजह से उसका लाभ मैं उठा रहा हूँ। എന്റെ മാതാവ് പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹമാണ് ഞാൻ ഈ ദൈവസന്നിധിയിൽ ഈ വചനവുമായി പിടിച്ച് നിൽക്കുവാൻ ഇടയാക്കി. मेरा भाव मेरे लिए विनती करती थी, जिसका उत्तर का फल है आज मैं वचन लेकर आपके बीच में खड़ा हूँ। അതിന്റെ ഉത്തരമാണ് നിങ്ങളോട് എനിക്ക് സുവിശേഷം പറയുവാൻ സാധിക്കാൻ ഇടയാക്കി. वो उस मेरा माँ का प्रार्थना का उत्तर है कि आज मैं आपको लोगों के बीच में वचन लेकर, सुसमाचार लेकर बांट रहा हूँ। അതുകൊണ്ട് പ്രിയപ്പെട്ടവളെ, इसलिए प्रियो, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. अपने और अपने घराने को प्रार्थना में याद रखना। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको आशीष करे। കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. प्रभु का अनुग्रह आप सबके साथ बने रहे। ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടും. प्रभु का नाम का महिमा हो।